നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. പുതിയ പ്രതീക്ഷകളുമായി 2026 കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾക്ക് വിവാഹ യോഗമുണ്ടോ? ഗ്രഹനിലയിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ ഞങ്ങളുടെ രാശിയിൽ വിവാഹത്തിന് അനുകൂലമാണോ? ഇതൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. 2026 ഏത് രാശിക്കാർക്കാണ് വിവാഹത്തിന് വളരെ ശക്തമായ യോഗമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഈ യോഗം വരുന്നതെന്നും എന്തുകൊണ്ടാണ് വരുന്നതെന്നും വിശദീകരിക്കാം. വിവാഹത്തിന് വേണ്ടി കുറെ കാലമായി പരിശ്രമിക്കുന്നവർക്കും വിഷമിക്കുന്നവർക്കുമായി ചില പരിഹാരങ്ങളും പറഞ്ഞു തരാം. നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജാതകത്തിൽ 7ാം ഭാവമോ 7ാം ഭാവത്തിന്റെ അധിപനോ ദോഷകരമായ അവസ്ഥയിലാണെന്നാണ്. അല്ലെങ്കിൽ അശുഭഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ 7ാം ഭാവത്തിലോ 4ാം ഭാവത്തിലോ ഉണ്ടാകാം. 4ാം ഭാവം സുഖത്തെയും 2ാം ഭാവം കുടുംബത്തെയും 7ാം ഭാവം വിവാഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 ഭാവങ്ങളിൽ 2എണ്ണമെങ്കിലും ദുർബലമായാൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകും. രാശിചക്രത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി 2026 വിവാഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 7 രാശികളെ കുറിച്ച് നമുക്ക് നോക്കാം. മിഥുനൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക്, അതായത് മകീര്യം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന കാലം വിവാഹ കാര്യങ്ങളിൽ വളരെ അനുകൂലമാണ്. ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്നത് ജാതകത്തിലെ 7ാം ഭാവമാണ്. ഈ കാലയളവിൽ മിഥുനൻ രാശിക്കാരുടെ 7ാം ഭാവത്തിലേക്ക് ജ്യോതിഷത്തിലെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴത്തിന്റെയും ശനിയുടെയും ശുഭകരമായ ദൃഷ്ടി പതിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വ്യാഴം അനുഗ്രഹം നൽകുന്ന ഗ്രഹമായും ശനി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗ്രഹമായുമാണ് കരുതപ്പെടുന്നത്. ഈ 2 ഗ്രഹങ്ങളുടെയും സ്വാധീനം ഒരേ സമയം വരുന്നതിനാലാണ് ഈ രാശിക്കാർക്ക് വിവാഹത്തിന് ശക്തമായ യോഗമുണ്ടെന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഈ വർഷത്തിന്റെ അവസാന 3 മാസങ്ങൾ, അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. ഈ സമയം വിവാഹാലോചനകൾ ഉറപ്പിക്കുന്നതിനും വിവാഹം നടത്തുന്നതിനും വളരെ ഉചിതമാണ്. തടസ്സപ്പെട്ട് കിടന്ന ആലോചനകൾ ഈ സമയത്ത് വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. 2026 അവസാനിച്ചാലും 2027 ഏപ്രിൽ മാസം വരെയുള്ള സമയം ഈ അനുകൂല സാഹചര്യം തുടരും. അതിനാൽ ഈ കാലയളവിനുള്ളിൽ മിഥുനൻ രാശിക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും മംഗളകർമ്മങ്ങൾ നടത്താനും സാധിക്കും. ചുരുക്കത്തിൽ, വിവാഹത്തിനായി കാത്തിരിക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് തങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ ലഭിക്കുന്ന ഏറ്റവും മികച്ച സുവർണാവസരമാണിത്. കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് 2026 വിവാഹകാര്യങ്ങളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് പ്രവചിക്കുന്നത്. ജ്യോതിഷ നിയമങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ വിവാഹം നടക്കണമെങ്കിൽ ദേവഗുരുവായ വ്യാഴത്തിന്റെ പ്രത്യേക അനുഗ്രഹം അനിവാര്യമാണ്. വ്യാഴത്തിന്റെ അനുഗ്രഹമില്ലാതെ മംഗളകർമ്മങ്ങൾ പൂർത്തിയാകാൻ പ്രയാസമാണെന്നാണ് വിശ്വാസം. കർക്കിടകൻ രാശിക്കാർക്ക് ഈ വർഷം വിവാഹയോഗം തെളിയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് വ്യാഴത്തിന്റെ സ്ഥാനമാണ്. ഈ കാലയളവിൽ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ അഥവാ 1ാം ഭാവത്തിൽ ഉച്ചബലത്തോടുകൂടി നിൽക്കുന്നു. ഇത് വ്യക്തിത്വത്തിന് ഉണർവ് നൽകുന്നതിനോടൊപ്പം ഭാഗ്യാനുഭവങ്ങൾക്കും വഴി തുറക്കും. 1ാം ഭാവത്തിൽ അഥവാ ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തെ, അതായത് വിവാഹത്തെയും ജീവിത പങ്കാളിയെയും സൂചിപ്പിക്കുന്ന സ്ഥാനത്തേക്ക് നേരിട്ട് നോക്കുന്നു. ജ്യോതിഷത്തിൽ വ്യാഴത്തിന്റെ ഈ ദൃഷ്ടി അതീവ ശുഭകരമാണ്. ഇത് വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും അനുയോജ്യമായ ആലോചനകൾ വരാനും സഹായിക്കും. 2026 മെയ് മാസത്തിന് ശേഷം കർക്കിടകൻ രാശിക്കാർക്ക് വിവാഹത്തിനുള്ള ഏറ്റവും നല്ല സമയം ആരംഭിക്കുകയാണ്. മെയ് മാസം കഴിയുന്നതോടെ ഗ്രഹനിലകൾ കൂടുതൽ അനുകൂലമാവുകയും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ, ഏറെ നാളായി വിവാഹത്തിനായി കാത്തിരിക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക്
ദൈവാനുഗ്രഹത്താൽ നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും മംഗളകരമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും 2026 മെയ് മാസത്തിന് ശേഷം സാധിക്കും. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക്, അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് 2026 വർഷം വിവാഹകാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാമെങ്കിലും അവസാന പകുതിയോടെ കാര്യങ്ങൾ വളരെ അനുകൂലമായി മാറും. 2026 തുടക്കമാസങ്ങളിൽ വിവാഹാലോചനകളിൽ ചെറിയ രീതിയിലുള്ള കാലതാമസമോ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ നടന്നില്ലെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. കാരണം ഈ സമയം ഗ്രഹനിലകൾ അനുകൂലമാകാൻ തുടങ്ങുന്നതേയുള്ളൂ. വർഷത്തിന്റെ പകുതി കഴിയുന്നതോടെ, അഥവാ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മുതൽ നിങ്ങളുടെ വിവാഹയോഗം കൂടുതൽ തെളിഞ്ഞു വരും. അതുവരെ മുടങ്ങിക്കിടന്ന ആലോചനകൾ പുനരാരംഭിക്കാനും നല്ല ബന്ധങ്ങൾ തേടി വരാനും ഈ സമയം സഹായിക്കും. ഒക്ടോബർ 31 കഴിയുന്നതോടെ ചിങ്ങൻ രാശിക്കാർക്ക് അതിശക്തമായ വിവാഹയോഗമാണ് പ്രവചിക്കപ്പെടുന്നത്. ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ വിവാഹസ്ഥാനമായ 7ാം ഭാവത്തിലേക്ക് കൃത്യമായി പതിക്കുന്നു. വ്യാഴത്തിന്റെ ഈ ശുഭദൃഷ്ടി വഴി നിങ്ങളുടെ ജാതകത്തിൽ ഒരു രാജയോഗം തന്നെ രൂപപ്പെടുന്നു. രാജയോഗം എന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒത്തുചേരുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് നിശ്ചയിക്കപ്പെടുന്ന വിവാഹങ്ങൾ ഐശ്വര്യപൂർണമായിരിക്കാൻ സാധ്യത കൂടുതലാണ്. ചുരുക്കത്തിൽ ചിങ്ങം രാശിക്കാർക്ക് 2026 ഒക്ടോബർ അവസാനത്തോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി മികച്ച ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനും ആഡംബരപൂർണമായ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനും സാധിക്കും. കന്നിരാശിയിൽ ജനിച്ചവർക്ക്, അതായത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന കാലയളവ് വിവാഹകാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ വിവാഹത്തിന് തടസ്സമായി നിന്നിരുന്ന കാരണങ്ങൾ മാറി അനുകൂലമായ സാഹചര്യം ഒത്തുവരുന്നതായി കാണാം. നിലവിൽ ശനി നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിലൂടെയാണ്, അതായത് വിവാഹത്തിന്റെയും ജീവിത പങ്കാളിയുടെയും സ്ഥാനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ ശനി 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലം വിവാഹകാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമായ സമയമാണെന്ന് കരുതപ്പെടുന്നു. ഇത് വിവാഹത്തിന് കൂടുതൽ ഗൗരവവും സ്ഥിരതയും നൽകുന്നു. ശനിയുടെ സഞ്ചാരത്തോടൊപ്പം തന്നെ ഭാഗ്യദാതാവായ വ്യാഴത്തിന്റെ ദൃഷ്ടിയും നിങ്ങളുടെ 7ാം ഭാവത്തിൽ പതിക്കുന്നുണ്ട്. ശനി കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ വ്യാഴം അതിനാവശ്യമായ ദൈവാനുഗ്രഹം നൽകുന്നു. ഈ 2 പ്രധാന ഗ്രഹങ്ങളുടെയും ഒരേ സമയത്തുള്ള സ്വാധീനം വിവാഹ സാധ്യതയെ ഇരട്ടിയാക്കുന്നു. 2025 വിവാഹത്തിനായി ശ്രമിച്ചിട്ടും പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയ കന്നിരാശിക്കാർ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഗ്രഹനില പ്രകാരം 2026 അല്ലെങ്കിൽ 2027 പകുതിയോടുകൂടിയോ വിവാഹം ഉറപ്പായും നടന്നിരിക്കും. ചുരുക്കത്തിൽ കന്നിരാശിക്കാർക്ക് ഈ കാലയളവ് കാത്തിരിപ്പിന്റെ അവസാനമാണ്. ഗ്രഹങ്ങൾ അനുകൂലമായതുകൊണ്ട് തന്നെ നല്ലൊരു ആലോചന ഒത്തുവരാനും മംഗളകരമായ വിവാഹ ജീവിതം ആരംഭിക്കാനും നിങ്ങൾക്കുടൻ സാധിക്കും. വൃശ്ചികൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക്, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ടക നക്ഷത്രക്കാർക്ക് 2026 വർഷം വിവാഹകാര്യങ്ങളിൽ അതീവ ശുഭകരമായ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില ഗ്രഹമാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് അനുകൂലമായി വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കർമ്മഫലദാതാവായ ശനി നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തെ, അതായത് വിവാഹസ്ഥാനത്തെ നോക്കുന്നുണ്ട്. ഇത് വിവാഹകാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീക്കാനും ഉത്തരവാദിത്തത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും നിങ്ങളെ സഹായിക്കും. ഈ കാലയളവിലെ ഏറ്റവും വലിയ പ്രത്യേകത ദേവഗുരുവായ വ്യാഴം അതിന്റെ ഉച്ചസ്ഥിതിയിൽ, അതായത് ഏറ്റവും ശക്തമായ അവസ്ഥയിലെത്തുന്നു എന്നതാണ്. ദീർഘമായ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇത്രയും ബലവാനായി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. ഇത് വിവാഹത്തിനാവശ്യമായ ദൈവാനുഗ്രഹം പൂർണ്ണമായും നൽകുന്നു. വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വരുന്ന ആലോചനകൾ
മികച്ചതായിരിക്കാനും കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന ഒരു പങ്കാളിയെ ലഭിക്കാനും സാധ്യതയുണ്ട്. ഗ്രഹനിലകൾ പൂർണ്ണമായും അനുകൂലമാകുന്നത് 2026 ജൂൺ 2 ശേഷമാണ്. ഈ തീയതിക്ക് ശേഷം വിവാഹാലോചനകൾ വേഗത്തിൽ തീരുമാനമാകാനും മംഗളകർമ്മങ്ങൾ തടസ്സമില്ലാതെ നടക്കാനും മികച്ച യോഗമുണ്ട്. ചുരുക്കത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ വലിയ ഭാഗ്യകാലം വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമാണ്. 2026 ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തന്നെയായിരിക്കും. മകരൻ രാശിയിൽ ജനിച്ചവർക്ക്, അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 വർഷം ആഗ്രഹ സാഫല്യത്തിന്റെയും മംഗളകർമ്മങ്ങളുടെയും കാലമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും ഒരുപോലെ അനുകൂലമായി വരുന്ന അപൂർവമായ സമയമാണിത്. വിവാഹകാരകനായ ദേവഗുരു വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിൽ, അതായത് വിവാഹവും ജീവിത പങ്കാളിയെയും സൂചിപ്പിക്കുന്ന സ്ഥാനത്ത് അതിന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ അഥവാ ഉച്ചസ്ഥിതിയിൽ വരുന്നു. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ ഗ്രഹസ്ഥിതി വിവാഹകാര്യങ്ങളിൽ വലിയ ദൈവാനുഗ്രഹം കൊണ്ടുവരും. ഇത് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. നിങ്ങളുടെ രാശ്യാധിപനായ ശനി ഇപ്പോൾ 3ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷപ്രകാരം ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ശുഭകരമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകാനും വിവാഹം പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുമുള്ള ധൈര്യവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യുന്നു. ശനിയുടെ ഈ മാറ്റം നിങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കും. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാനും അത് മംഗളകരമായി അവസാനിക്കാനും ശനി തുണയാകും. ഗ്രഹനിലകൾ പൂർണ്ണമായി ഒത്തുവരുന്നത് 2026 ജൂൺ മാസത്തിന് ശേഷമാണ്. ജൂൺ മാസം കഴിയുന്നതോടെ വിവാഹ സംബന്ധമായ ചർച്ചകൾ വേഗത്തിലാകാനും വിവാഹം നടക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കത്തിൽ മകരം രാശിക്കാർക്ക് 2026 ജൂൺ മുതൽ സുവർണകാലമാണ്. ശക്തമായ വ്യാഴത്തിന്റെയും അനുകൂലമായ ശനിയുടെയും സ്വാധീനത്താൽ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾ ഈ വർഷം യാഥാർത്ഥ്യമാകും. കുംഭൻ രാശിക്കാർക്ക്, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 വിവാഹകാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങളുടെ രാശ്യാധിപനായ ശനിയുടെയും അനുഗ്രഹദായകനായ വ്യാഴത്തിന്റെയും സ്വാധീനം ഒരേ സമയം വരുന്നതാണ് ഇതിന് കാരണം. നിലവിൽ നിങ്ങളുടെ രാശ്യാധിപനായ ശനി നിങ്ങളുടെ 2ാമത്തെ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ദേവഗുരുവായ വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിലും വിവാഹസ്ഥാനമായ 7ാം ഭാവത്തിലും ഒരുപോലെ പതിക്കുന്നു. ശനിയും വ്യാഴവും തമ്മിലുള്ള ഈ ബന്ധം വിവാഹകാര്യങ്ങളിൽ വളരെ നല്ല ഫലങ്ങൾ നൽകാൻ സഹായിക്കും. നിങ്ങളുടെ കുടുംബസ്ഥാനത്ത് അഥവാ 2ാം ഭാവത്തിൽ നിലനിന്നിരുന്ന ശനിദോഷം അഥവാ പ്രതിബന്ധങ്ങൾ ഈ കാലയളവിൽ മാറുന്നതാണ്. കുടുംബത്തിൽ വിവാഹ സംബന്ധമായ ചർച്ചകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങാനും എല്ലാവർക്കും സമ്മതമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും ഇതിലൂടെ സാധിക്കും. കുംഭൻ രാശിക്കാർക്ക് വിവാഹാലോചനകൾ സജീവമാകാനും അത് ഉറപ്പിക്കുവാനുമുള്ള ഏറ്റവും നല്ല സമയം 2026 ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾക്ക് മുൻപുള്ള കാലയളവാണ്. ഈ മാസങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും വിവാഹകാര്യങ്ങളിൽ അന്തിമ തീരുമാനത്തിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ കുംഭം രാശിക്കാർക്ക് കുടുംബത്തിലെ തടസ്സങ്ങൾ നീങ്ങി സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സംജാതമാകാൻ പോവുകയാണ്. വ്യാഴത്തിന്റെ പ്രത്യേക ദൃഷ്ടിയുള്ളതിനാൽ 2026 സെപ്റ്റംബറിന് മുൻപ് തന്നെ മംഗളകരമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് നല്ല യോഗമുണ്ട്. വിവാഹം വൈകുന്നവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ഗുണം ചെയ്യും. എല്ലാ വ്യാഴാഴ്ചയും വ്രതമെടുക്കുന്നത് ഉചിതമാണ്. വിവാഹത്തിന്റെ കാരകനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ ദിവസവും ശുക്ര സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിന്റെ അധിപനാരാണെന്നറിഞ്ഞ് ആ ഗ്രഹത്തിന്റെ മന്ത്രം ജപിക്കുന്നത് ഗുണം ചെയ്യും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.